10 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ ആര് അധികാരത്തിൽ വരും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം മുഴുവൻ. 3 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് ഒക്ടോബർ 1 സമാപിച്ചു കഴിഞ്ഞപ്പോൾ 3 പാർട്ടികളും തികഞ്ഞ ആത്മവിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾക്ക് തിളക്കമേകിയും അതേസമയം തന്നെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചും കൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്ന് പുറത്തുവന്നു കഴിഞ്ഞു. നിർണായകമായ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിൽ വരും? 90 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇന്ന് നടന്ന വോട്ടെടുപ്പിന്റെ യഥാർത്ഥ ജനവിധി അറിയാൻ 8-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും വോട്ടർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആകാംക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ഹരിയാനയിൽ 10 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലെത്താൻ പോകുന്നുവെന്നാണ് പുറത്തുവന്ന പല സർവേകളും അഭിപ്രായപ്പെടുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരുത്തോടെ അധികാരത്തിലെത്തുമെന്നാണ് CNN ന്യൂസ് 18 എക്സിറ്റ് പോൾ. ആകെയുള്ള 90 സീറ്റിലും 58 സീറ്റിലും കോൺഗ്രസ് ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നത്. സാഹചര്യം അനുകൂലമായാൽ 62 വരെ സീറ്റ് നില ഉയർന്നേക്കാം. 2019 സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ച BJPക്കും JJPക്കും നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നേക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. BJP 24 സീറ്റിലും JJP 2 സീറ്റിലും ഒതുങ്ങും. 2019 40 സീറ്റ് നേടിയ BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 10 സീറ്റ് നേടിയ JJP കിങ് മേക്കറായിരുന്നു. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇരു പാർട്ടികൾക്കും വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക. 10 വർഷത്തിനു ശേഷം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ദൈനിക് ഭാസ്കർ പുറത്തുവിട്ട എക്സിറ്റ് പോൾ റിസൾട്ട് പ്രകാരം സംസ്ഥാനത്ത് ആകെയുള്ള 90 സീറ്റുകളിൽ 44 മുതൽ 54 വരെ സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പറയുന്നത്. കേവല ഭൂരിപക്ഷത്തിന് ഹരിയാനയിൽ 46 സീറ്റുകളാണ് വേണ്ടത്. കോൺഗ്രസ് മുന്നേറുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന BJP വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും സർവേ അവകാശപ്പെടുന്നു. BJPക്ക് 15 മുതൽ 29 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. കഴിഞ്ഞ തവണ നിർണായക ശക്തികളായി മാറിയ JJPക്കും ഇത്തവണ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ചന്ദ്രശേഖർ ആസാദിന്റെ ASPയുമായി സഖ്യം ചേർന്ന് മത്സരിച്ച പാർട്ടിക്ക് ഇത്തവണ 0 അല്ലെങ്കിൽ 1 സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത്. അതേസമയം AAP അടക്കമുള്ള മറ്റുള്ളവർക്ക് 4 മുതൽ 9 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും സർവേ വ്യക്തമാക്കുന്നു.